ഹൈ ഡിയേഴ്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇനി ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ നിറച്ചതാണ് കാണിക്കുന്നത്. നമ്മൾ മസാലകളൊന്നും വഴറ്റാതെയാണ് ഇന്ന് കൂന്തൽ നിറച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഈവനിങ്ങിന് നമുക്ക് ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂന്തൽ നിറവിന് വേണ്ടിയിട്ട് ഇതാ വലിയ സൈസിലുള്ള കൂന്തൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള ആ ചിറക് ഭാഷല്ലേ, അത് ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫില്ലിങ്ങിനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതാ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പുട്ടുപൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് പുട്ടുപൊടി എടുക്കാം. ഞാൻ ഈ അജ്മീൻ്റെ പുട്ടുപൊടിയില്ലേ, ഇതാണ് എടുക്കുന്നത്. 1 കപ്പ് അളവിലാണ് എടുക്കുന്നത്. ഇതിലോട്ടിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് തിളച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് അളവിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം, കുറച്ച് സമയത്തേക്ക് ഒന്ന് ചൂടൊക്കെ പോകുന്നത് വരെ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടിയിട്ട് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു ചോപ്പറാണ് എടുത്തിട്ടുള്ളത്. മിക്സിൻ്റെ ചെറിയ ജാർ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇതിലോട്ട് 1 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10-20 ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങൻ്റെ അളവ് കൂടുന്തോറും ടേസ്റ്റ് കൂടും കേട്ടോ. ഇതിലോട്ട് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു കൂന്തലിൻ്റെ ചിറക് വശമൊക്കെ അല്ലേ, അത് ക്ലീൻ ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ വലിയ ജീരകമില്ലേ, പെരിഞ്ജീരകം, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ മക്കൾക്കൊന്നും അധികം എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പച്ചമുളക് ചേർത്തിട്ടില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മിക്സിൻ്റെ ചെറിയ ജാറിലാണെങ്കിൽ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി. ഭയങ്കര ഫൈനായിട്ട് അരഞ്ഞ് കിട്ടരുത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ചോപ്പ് ചെയ്തത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പുട്ടുപൊടിയില്ലേ, അതൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ മിക്സാക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടോ എന്നുള്ളത്. നമ്മൾ കൂന്തളിൽ ഉപ്പൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ ഉപ്പാണ് കൂന്തളിൽ മുന്നിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കൂന്തളും എടുത്തിട്ട് ഈ ഒരു ഫില്ലിങ് നിറച്ച് കൊടുക്കുക. നിറച്ച് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കുത്തി നിറയ്ക്കരുത് കേട്ടോ. വളരെ കുറച്ച് മാത്രം ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. കാരണം ഈ ഒരു കൂന്തൾ കുക്കാകുന്ന സമയത്ത് 1/4 ഭാഗത്തോളം വലിപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ കൂടുതൽ ഫില്ലിങ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫില്ലിങ് മൊത്തത്തിൽ പുറത്തോട്ട് തള്ളും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. വളരെ കുറച്ച് മാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളിലോട്ട് ഫില്ലിങ് ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ. കൂന്തൽ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അറ്റഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ലോക്ക് ചെയ്തിട്ടില്ല. ഇനി നമുക്കൊരു സ്റ്റീമറിൽ ഇതേപോലെ ആവി കയറ്റിയതിന് ശേഷം ഓരോ കൂന്തളും ഇതേപോലെ വെച്ച് കൊടുക്കുക. നമ്മളിത് ജസ്റ്റ് ഒന്ന് ആവി കയറുമ്പോൾ തന്നെ ഈ ഒരു കൂന്തൽ നന്നായിട്ട് ചുരുങ്ങി വരും കേട്ടോ. ഒരു 1/4 ഭാഗത്തോളം വലിപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു 8 മിനിറ്റ് മാത്രം നമ്മളിത് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ അത് ചൂടൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കൂന്തലൊക്കെ നന്നായിട്ട് തന്നെ വലിപ്പമൊക്കെ കുറഞ്ഞ് ചെറിയ സൈസായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരു കവറിങ് കൊടുക്കുക. അതിനായിട്ട് ഞാനിതാ കാശ്മീരി ചില്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമില്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ എടുത്താൽ മതി കേട്ടോ. നല്ല എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നോർമലായിട്ടുള്ള മുളക് പൊടി യൂസ് ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂന്തൾ ഓരോന്നും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കൂടുതൽ ഓയിലൊന്നും ഒഴിക്കേണ്ട. കുറച്ച് ഓയിലിൽ ഇതേപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. കല്ലുമ്മക്കായ നിറച്ചതൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടമാവും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വൈകുന്നേരം ചൂട് കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇനി പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും കൂന്തൾ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കും കൂടിയാണ്. നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തെടുത്തതാണ് കൂന്തൾ, അതുകൊണ്ട് തന്നെ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. എല്ലാ സൈഡും ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഈ ഒരു മസാല ഒന്ന് കുക്കായി കിട്ടണം, അത്രമാത്രം. അപ്പോൾ അതാ ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇത് റെഡിയാക്കുന്ന സമയത്ത് ആ ഒരു കൂന്തളിൻ്റെ വലുപ്പവും ഇപ്പോൾ ഉള്ള കൂന്തളിൻ്റെ വലുപ്പവും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് ചെറുതായിട്ട് വരും എന്നുള്ളത്. അതുകൊണ്ട് അതിനനുസരിച്ച് മാത്രം ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ മൊത്തം പുറത്തോട്ട് വന്നിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റാത്തൊരു രീതിയിലോട്ട് മാറും.
അപ്പോൾ അതാ ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.